കൊന്നോളൂ, പക്ഷേ താഴ്ന്നു തരില്ല. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ ഒരു വനിതയാണ്. ഖലീദ ജറാർ സയനിസത്തിന്റെ മുഖത്തു നോക്കി വിളിച്ചു പറയുന്ന കാര്യം ഇസ്രായേലിനെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഗസയിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ വിട്ടയച്ച ഫലസ്തീനി തടവുകാരിലെ പ്രധാന പേരാണ് ഖലീദ ജറാർ എന്ന് പറയുന്നത്. ഫലസ്തീനി ഫെമിനിസ്റ്റ് മുന്നേറ്റത്തിന്റെയും സയനിസ്റ്റ് വിരുദ്ധ വിമോചന പോരാട്ടത്തിന്റെയും മുന്നണി പോരാളി എന്ന് വേണം അവരെ വിശേഷിപ്പിക്കാൻ. ഫലസ്തീനി ഇടതുപക്ഷ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് ഫലസ്തീന്റെ മുതിർന്ന അംഗം. 1969 വെസ്റ്റ് ബാങ്കിലെ നബൂസിലാണ് ഖാലിദയുടെ ജനനം എന്ന് പറയുന്നത്. നിരന്തരമായിട്ടുള്ള അറസ്റ്റുകൾക്കും ഇസ്രയേലി സൈന്യത്തിന്റെ അതിക്രമങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് എങ്കിലും കോളേജ് കാലഘട്ടത്തിലാണ് ഖലീദ ഫലസ്തീൻ ദേശീയത മുന്നേറ്റത്തിന്റെ ഭാഗമാകുന്നത്. ബർസീദ് സർവകലാശാലയിലെ പഠനത്തിനിടെ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളിൽ സജീവമായി. 1989 ഒന്നാം ഇന്തിഫാദയ്ക്കിടെ 5000-ഓളം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫലസ്തീന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വനിതാ മാർച്ച് 26-കാരിയായ ഖലീദ സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഖലീദ ആദ്യ അറസ്റ്റ് വരിക്കുന്നത്. പിന്നീട് വിട്ടയക്കപ്പെട്ട ഖലീദ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഫലസ്തീനി തടവുകാരുടെ അവകാശ പോരാട്ടത്തിലായിരുന്നു. 2006 വരെ ദമീർ ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രവർത്തനം. 2006 നടന്ന അവസാന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിട്ട് ജറാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഫലസ്തീന്റെ പ്രസന്റ് കമ്മീഷൻ മേധാവിയായിട്ടായിരുന്നു ഖലീദയുടെ പ്രവർത്തനമെന്ന് പറയുന്നത്. ഇപ്പോഴും ഇസ്രയേൽ ഭയപ്പെടുന്നത് ഇവരെ തന്നെയാണ്. ഫലസ്തീൻ തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിരുന്നു ഖലീദ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും സമർപ്പിച്ചിരുന്നത്. അതിൽ തന്റെ മക്കളെയോ മാതാപിതാക്കളെയോ ഭർത്താവിനെ ഒന്നും അവർ നോക്കിയിരുന്നില്ല. ഫ്രാൻസിലെ എലീസി പാലസിൽ നടന്ന മനുഷ്യാവകാശ ഉച്ചകോടി ഉൾപ്പെടെ ആഗോള വേദികളിൽ ഫലസ്തീനുകൾക്കായിട്ട് ഖാലിദ നിലകൊണ്ടിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ഫലസ്തീന്റെ അംഗത്വത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഖലീദ തന്നെയായിരുന്നു. 2024 അത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചിരുന്നത്. 2014 വീട്ടിലേക്ക് ഇരച്ചുകയറി ഇസ്രയേൽ സൈന്യം 6 മാസത്തേക്ക് ജെറിക്കോ എന്ന പ്രദേശത്തേക്ക് മാറി താമസിക്കണമെന്ന ഉത്തരവ് ഖലീദയ്ക്ക് കൈമാറി. അനുസരിക്കാൻ തയ്യാറാകാതിരുന്നതോടെ 2015 രണ്ടാമത്തെ അറസ്റ്റ് നേരിടേണ്ടി വന്നു. 15 മാസത്തെ തടവിനു ശേഷം മോചിതയായിട്ടുള്ള ഖലീദയെ 2017 പിന്നീട് 2021 ഒടുവിൽ 2023 ഡിസംബർ 26 അകാരണമായിട്ട് ഇസ്രയേൽ ജയിലിലടച്ചു. ജയിലിൽ കഴിയവെയാണ് ഖലീദയുടെ മാതാപിതാക്കളും 2 പെൺമക്കളും വളർത്തുമകനും മരിക്കുന്നത്. പ്രിയപ്പെട്ട മകൾ അവസാനമായി ഒരു നോക്ക് കാണാനോ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനോ അന്ന് ഇസ്രയേൽ ഭരണകൂടം ഖലീദയെ അനുവദിച്ചിരുന്നില്ല. 2023 അറസ്റ്റിൽ കൊടിയ പീഡനമാണ് ഖലീദയ്ക്ക് നേരിടേണ്ടി വന്നത്. ക്രിസ്മസിന്റെ തൊട്ടടുത്ത ദിവസം പുലർച്ചെ ഖലീദയുടെ റൂമിലേക്ക് മുൻവാതിൽ തകർന്നെത്തിയ ഇസ്രയേലി സൈന്യം ഇടതുപക്ഷ നേതാവിനെ അക്ഷരാർത്ഥത്തിൽ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഒരു തുടർ നടപടികളും ഇല്ലാതെ 6 മാസമാണ് ഖലീദ അഡ്മിനിസ്ട്രേറ്റീവ് തടങ്കലിൽ കഴിഞ്ഞിരുന്നത്. അത്രയേറെ ഭയം വീണ്ടും വീണ്ടും ഇസ്രയേൽ ഉണ്ടാവുകയായിരുന്നു. അതിനുശേഷം യാതൊരു വിശദീകരണമോ കുറ്റമോ ചുമത്താതെ തടവ് 6 മാസത്തേക്ക് കൂടി നീട്ടി. 2024 ഓഗസ്റ്റിൽ ആരെയും അറിയിക്കാതെ മറ്റൊരു ജയിലിലേക്ക് മാറ്റിയ ഖലീദയെ ഏകാന്ത തടവിലാക്കി. ജനലുകളില്ലാത്ത വായുസഞ്ചാരം തീരെ കുറഞ്ഞ ഇടുങ്ങിയ മുറിയിൽ ഭൂരിഭാഗ സമയങ്ങളിലും വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. മുറിയുടെ വാതിലിനിടയിലെ വിടവിലൂടെയാണ് താൻ ശ്വസിച്ചിരുന്നത് എന്നും ബാത്റൂം ഉപയോഗിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാൻ വെള്ളം പോലും അധികം കുടിച്ചിരുന്നില്ല എന്നും ഖലീദ പറയുന്നു. 5 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട ഖലീദയ്ക്കെതിരെ കുറ്റം തെളിഞ്ഞിട്ടുള്ളത് ഒരിക്കൽ മാത്രമാണ്. ഇസ്രയേൽ തീവ്ര സംഘടനയായി പ്രഖ്യാപിച്ച പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ പ്രവർത്തിച്ചതായിരുന്നു ആ ഒരു കുറ്റം എന്ന് പറയുന്നതും. അങ്ങനെ ശാരീരികമായും മാനസികമായും വലിയ പീഡനങ്ങൾ സയനിസം ഖലീദയ്ക്കെതിരെ പുറത്തെടുത്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും ഖലീദ തളർന്നില്ല, ഫലസ്തീനും തളർന്നില്ല. ഒരുപക്ഷെ ഫലസ്തീനുകളുടെ വിമോചനത്തിനായി ശബ്ദം ഉന്നയിച്ചുവെന്നായിരുന്നു ഖലീദയിൽ സയനിസം കണ്ട ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഒരിക്കൽ പോലും തന്റെ ഉറച്ച ബോധ്യങ്ങളിൽ നിന്ന് അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അത്രയേറെ ഇസ്രയേലിനെ വിറപ്പിച്ച ഒരു ധീര വനിത തന്നെയായിരുന്നു ഈ ഖലീദ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖലീദ ജറാർ എന്ന പേര് ഇസ്രയേലിനെ പലപ്പോഴും പേടിപ്പിക്കുന്നതും.